ഹലോ, ഇന്നത്തെ വീഡിയോ മലയാളം സൈലർ റാങ്ക് ഫയലിൻ്റെ മിസ്റ്റേക്ക് പറയാനാണ്. മിസ്റ്റേക്ക് പറഞ്ഞാൽ അതിൽ ഉള്ള കംപ്ലൈൻ്റ് അല്ല, ബൈൻഡിങ്ങിൽ വന്ന കുറച്ച് കംപ്ലൈൻറ്റ് പറയാനാണ്. എനിക്ക് കിട്ടിയതിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി ഓൺലൈനിൽ എങ്ങാനും വാങ്ങിച്ചവർക്ക് അങ്ങനെ ഉണ്ടോ അറിയില്ല. ഒരു 96 വരെ ഓക്കെ, 97 തൊട്ട് മണ്ണിനങ്ങൾ, വ്യവസായങ്ങൾ, കൃഷി, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഒരു 10-20 പേജ് കയറിയിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ ലാസ്റ്റാണിത് കണ്ടത്. പിന്നെ ഞാൻ ഏതൊരു മെൻറ്ററോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പോഴുള്ള അറിയുന്നത്, ഇവിടെ എല്ലാവരും മാറ്റിയല്ലോ, വന്ന് പുതിയത് വാങ്ങിച്ചു പോയല്ലോ പറഞ്ഞു. ഞാനത് ലാസ്റ്റാണ് ഇതിനെപ്പറ്റി പിന്നെ മലയാളം നോക്കിയപ്പോഴാണ് കണ്ടത്. വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴാണ് മണ്ണിനങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ വേഗം പിന്നെ ഒന്ന് ജസ്റ്റ് പറഞ്ഞ് എന്താ ചെയ്യുക, കുറേ ടോപ്പിക്കൽ ഈ വ്യവസായങ്ങൾ, പിന്നെ കേരള കലാമണ്ഡലം, ലളിതകലാ അക്കാദമി, ഈ ഭാഗങ്ങളൊന്നുമില്ല. നമുക്ക് ടോപ്പിക്കിൽ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ വെറുതെ നോക്കിയതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരലുണ്ട് പ്രീവിയസ് ആയിട്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ തന്നെ മെയിനായിട്ട് അതിൽ കാണാനില്ലാതായി. അപ്പോൾ ഇനി എന്താ ചെയ്യുക, നമുക്കിനി അതിനായിട്ട് PDF തരുമോ അവർ, അങ്ങനെയൊക്കെ വിചാരിച്ച് ചോദിച്ചപ്പോൾ അപ്പം എല്ലാവരും വാങ്ങിച്ച് പോയി. അപ്പോൾ ക്ലാസ്സിൽ അങ്ങനെ ഒരുപാട് എല്ലാവരും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും അറിഞ്ഞതുമില്ല, മാറ്റി കിട്ടിയതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ കൊണ്ടുപോകാൻ മറന്നു. അതുകൊണ്ട് എനിക്ക് മാറ്റി കിട്ടപ്പോൾ വൈകിയത്. ഞാൻ ഇന്ന് പോകുമ്പോൾ ബാഗിൽ ഇടാനും മറന്നു പോകും. അതുകൊണ്ടാണ്. ഏതായാലും മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലൈൻറ്റുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. പുതിയത് കിട്ടിയത് ഞാൻ പിന്നെ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഒരു 97 തൊട്ടിട്ടാണ്, രാജ രവിവർമ്മ വരെ ഓക്കെയാണ്, 96 വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അപ്പുറം പേജ് തൊട്ട് മണ്ണിനങ്ങളൊക്കെയാണ് വന്നിട്ട്, കറുത്ത മണ്ണൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേജസ് ഉണ്ട്, ഒരു 10-20 പേജസ്, 10-30 പേജസ് ഉണ്ട്, പലതുമായിട്ട് വന്നിട്ടുണ്ട്. രാജ രവിവർമ്മ വരെ ഓക്കെ. പിന്നെ നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല, റിഗർ മണ്ണ് പ്രീവിയസ് ഒക്കെ ക്വസ്റ്റ്യൻസ് അതിൽ തരുന്നത്, എക്കൽ മണ്ണൊക്കെ തന്നിട്ടുള്ളത്. അത് ഈ പേജസ് ഇങ്ങനെ മണ്ണിനങ്ങളാണ് വന്നത്, കറുത്ത മണ്ണിൻ്റെ ടോപ്പിക്കാണ്. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അത് തന്നെയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കറുത്ത മണ്ണ്, റിഗറൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ. ഇതിനെ പറ്റിയിട്ടാണ് കുറച്ച് ഭാഗങ്ങൾ അത് തന്നെയാണ്. ചെങ്കൽ മണ്ണിനങ്ങളാണ് കംപ്ലീറ്റ്. പിന്നെ കൃഷികളാണ് അടുത്ത പേജസ്. കൃഷികൾ വന്ന് മലയാളത്തിൽ കൃഷികളൊക്കെ വന്നിട്ടുണ്ട്, കാർഷിക വിളകളാണ്, ഖാരിഫ് ചെയ്ത വിളകൾ, അങ്ങനത്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളാണുള്ളത്. ബാക്കി ഏതാണ്ട് വ്യവസായങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. എത്ര പേജസ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടതാ. ഇതുവരെ വ്യവസായങ്ങൾ, ഇപ്പുറം തൊട്ട് സാഹിത്യകാരന്മാരാണ്, ജോസഫ് മുണ്ടശ്ശേരി, ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെയൊക്കെ വന്ന് ഇത്രയും പേജസ് എന്താണ് പിന്നെ മറ്റ് സബ്ജക്റ്റിൽ വരുന്ന ഭാഗങ്ങൾ ഇതിൽ വന്നതാണ്. അത് ബൈൻഡിങ്ങിൻ്റെ പ്രശ്നമാണ് അവർ പറഞ്ഞത്. അതാണ് എല്ലാവർക്കും കൊടുത്തത്. അവർ പിന്നെ ഒരു പേജിൻ്റെ ഈ 97 വരുന്ന പേജ് ഒരു ചിത്രമുണ്ട്, ആ ചിത്രം നോക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. ഞങ്ങൾ അങ്ങനെ തന്നെ എല്ലാം കെട്ടി വെച്ചിരുന്നത്. 13 റാങ്ക് ഫയലില്ലേ, ഇതെങ്ങനെ നിങ്ങളുടെയൊക്കെ അങ്ങനെ പെട്ടു എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആളുകളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഇനി ഓൺലൈനിൽ വാങ്ങിയവർക്ക് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടോ അറിയില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അവരോട് തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ സൈലം കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്നെ വാങ്ങിച്ചതായതുകൊണ്ട് അവിടെ കൊണ്ടുകൊടുത്ത് അവർ തന്നെ ഇതിനുള്ള സൊല്യൂഷൻ തന്നു കേട്ടോ. തന്നതുകൊണ്ട് ഒരു ഉപകാരമായി. ഒരു മാറ്റിത്തരാൻ കഴിയില്ല എന്നങ്ങനെ പറയുകയാണെങ്കിൽ പെട്ടില്ലേ. കാരണം അതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അതിൽ അത്രയും ഭാഗങ്ങൾ. അത് ഇല്ലാഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളം വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. പകുതി ഭാഗങ്ങളും മാർക്ക് വരുന്നതാ. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിലുണ്ടാവും. ഇതാണ് പുതിയ റാങ്ക് ഫയൽ കിട്ടിയതാണ് കേട്ടോ. പുതിയ റാങ്ക് ഫയൽ മാറ്റി കിട്ടിയതാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ടോപ്പിക്ക്, കലകൾ ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഈ രാജ രവിവർമ്മ തൊട്ടാണ്, അപ്പുറത്തെ പേജ് തൊട്ടാണ് മാറ്റം ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിലെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ടോപ്പിക്ക്. ഈ ഭാഗങ്ങളാണ് മിസ്സായിരുന്നത്. മുകളിൽ കേരള ലളിതകലാ അക്കാദമിയൊക്കെ
ആ ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നില്ല. സാഹിത്യത്തിലെ കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല. പാട്ടുപ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. 2 ഭാഗങ്ങളാണ് മിസ്സിങ് ആയിരുന്നത്. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്ന ഭാഗങ്ങൾ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇതാണ് ടോപ്പിക്ക്, അല്ല ആ പേജസ് ഇതാണ്. ഇപ്പുറം ഈ ഒരു പിക്ചർ കണ്ട്, അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ അങ്ങനെ അറിയാതെ പെട്ടതാണ് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു എന്നോട്. എല്ലാവർക്കും കൊടുത്തത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത്. എനിക്കത് ബൈ മിസ്റ്റേക്കിൽ വന്നതാവും. ഒരവരടുത്ത് തെറ്റ് പറ്റിയാലും അവരത് സോൾവ് ആക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്. ഇനിയിപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അവരെ അവിടെ അടുത്ത് ഏതെങ്കിലും സെൻറ്ററിൽ പോയി മാറ്റുക, അല്ലെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ അവർക്ക് തന്നെ അല്ല നെഗറ്റീവ് വരും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അവർ തന്നെ കാണും. നമ്മൾ വീട്ടിലിരുന്ന് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക, കംപ്ലൈൻറ്റ് പറയുക, അപ്പം അതിനുള്ള സൊല്യൂഷൻ തരും. ഏതായാലും ഇതിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ആർക്കെങ്കിലും ഇങ്ങനെ മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേ റാങ്ക് ഫയൽ തന്നെ റിവ്യൂ ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സാറുമാർ തന്നെ പറഞ്ഞു, ഞങ്ങൾ സ്റ്റുഡൻസും കുറേ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടല്ലോ റാങ്ക് ഫയലിന് പറഞ്ഞിട്ട്. മൻസൂർ അലി സാർ ഒരു പ്രാവശ്യം ക്ലാസ്സിന് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, റാങ്ക് ഫയലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു PDF എല്ലാവർക്കും ഗ്രൂപ്പിൽ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏതായാലും കുറച്ചുള്ളൊരു 6 പേജസൊക്കെ ഓരോ സബ്ജക്റ്റിനുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഉള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ട് വിടാം. അപ്പോൾ ആർക്കെങ്കിലും ആദ്യമായിട്ട് PSCക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അതിലെ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് അതിനെ പറ്റി അറിയാതെ പെടുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലാതെ കുറേയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു കേട്ടുപരിചയം ഉണ്ടാവും, ഇന്നതാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ചെയ്യുക, വേറെ ഓരോ സബ്ജക്റ്റിൻ്റെ ആയിട്ട് ചെയ്യുക. മിസ്റ്റേക്ക് ഉള്ളത് ഞങ്ങൾക്ക് വിട്ടുന്നത് അതേപോലെ ഞാൻ വീഡിയോ ചെയ്യുക. അതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടൊന്നുമല്ല, അപ്പോൾ അവർ വിട്ടതായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുക.